ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് ഡേ 2 മെയിൻ ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് 7 ടൈപ്പ് ഉണ്ട്. ഇതിൽ ഒരു സ്കിൽ മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് ഏണിംഗ് കിട്ടുന്നതാണ്. വെൽക്കം ബാക്ക്. ലാസ്റ്റ് വീഡിയോയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് കണ്ടു. ഇന്നും നമുക്ക് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിമ്പിളായി പഠിക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നോക്കാം. SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. SEO എന്നാൽ ഗൂഗിളിൽ ഫ്രീ ആയി റാങ്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ, വെബ്സൈറ്റ് ടോപ്പിൽ വരുന്നത്. ഗൂഗിളിൽ നമ്മൾ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു വേർഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീ ക്ലാസ് എന്ന് കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന വെബ്സൈറ്റ് അതല്ലെങ്കിൽ ആദ്യം വരുന്ന യൂട്യൂബ് വീഡിയോ അതായിരിക്കും നമ്മൾ കാണുക. അതായത് ഫ്രണ്ട് പേജിൽ വരുന്ന ടോപ്പിൽ വരുന്ന അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ടോപ്പിൽ വരുത്തുന്നതിനെയാണ് SEO എന്ന് പറയുന്നത്. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ടോപ്പിൽ വെബ്സൈറ്റൊക്കെ എങ്ങനെ വരുന്നു, അതിന് പിന്നിൽ SEO ആണ്. എക്സാമ്പിൾ, ബെസ്റ്റ് മൊബൈൽ അണ്ടർ 15,000 സെർച്ച് ചെയ്താൽ വരുന്ന വെബ്സൈറ്റ്സ് ടോപ്പിൽ വരുന്നത് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. SEO പഠിച്ചാൽ ഫ്രീലാൻസിങ് വർക്ക് കിട്ടും. ഇനി രണ്ടാമത്തത് SMM, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നിവ വഴി പ്രൊമോഷൻ കൊടുക്കുന്നത്. ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്താൽ സെയിൽസും ഇൻക്രീസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നു, ഫേസ്ബുക്കിൽ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഫോളോവേഴ്സ് കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഒരുപാട് പേര് കാണും. അവർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ സെയിൽസ് ഇൻക്രീസ് നടത്തും. നെക്സ്റ്റ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച്, റീൽസ് വൈറലാകുന്നതിനനുസരിച്ച് ബിസിനസ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിന് കൂടുതൽ ഫോളോവേഴ്സ്, കസ്റ്റമേഴ്സ് കിട്ടാൻ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് യൂട്യൂബ് മാർക്കറ്റിംഗ്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ഏൺ ചെയ്യാം. ആഡ്സ്, സ്പോൺസർഷിപ്പ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇതുവഴിയൊക്കെ നമുക്ക് ഇൻകം കിട്ടും. ഈവൻ നിങ്ങളിപ്പോൾ കാണുന്നത് തന്നെ ഒരു എക്സാമ്പിളാണ്. ഗൂഗിൾ ആഡ്സ്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. പെയ്ഡ് ആഡ്സ്, അതായത് ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് ഏൺ കിട്ടാനായിട്ട്, നമ്മൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പെയ്ഡ് ആഡ്സ് കൊടുക്കാം. ഫാസ്റ്റ് ട്രാഫിക് നമുക്ക് കിട്ടും. ഗൂഗിളിൽ വരുന്ന സ്പോൺസേഡ് ആഡ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതെല്ലാം ഗൂഗിൾ ആഡ്സ് ആണ്. കമ്പനീസ് ആഡ് റൺ ചെയ്താൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യും. കണ്ടന്റ് മാർക്കറ്റിംഗ്, വീഡിയോസ്, ബ്ലോഗ്സ്, പോസ്റ്റ്സ് എന്നിവ ക്രിയേറ്റ് ചെയ്യാം. വാല്യൂ കൊടുത്ത് ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യാം. അതായത് നല്ല കണ്ടന്റ് ആണെങ്കിൽ നല്ല വീഡിയോ, അപ്പോൾ നമ്മൾ വെറുതെ ഒരു വീഡിയോ ചെയ്തത് കാര്യമില്ല. അട്രാക്റ്റീവായിട്ടുള്ള കണ്ടന്റ്, മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ബ്ലോഗ് എഴുതുക, പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യുക. അതാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലോഗ്സ്, വീഡിയോസ്, പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യാം. കണ്ടന്റ് ഈസ് ഈക്വൽ ടു കിങ്. കണ്ടന്റ് ആണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഗുഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ ഗ്രോത്ത് ഈസി ആയിരിക്കും. അടുത്തത് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ വഴി പ്രൊമോഷൻ നടത്തുന്നത്. ഓഫേഴ്സ്, അപ്ഡേറ്റ്സ് ഒക്കെ ഇമെയിൽ വഴി സെൻഡ് ചെയ്തിട്ട് നമുക്ക് സെയിൽസ് നേടാനായിട്ട് പറ്റും. അപ്പോൾ ഡയറക്റ്റ് തന്നെ ആൾക്കാർ പ്രൊഡക്ട്സ് വാങ്ങും. അതുവഴി നമുക്ക് ഇൻകം നേടാനായിട്ട് പറ്റും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, മറ്റുള്ളവരുടെ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്ത് കമ്മീഷൻ ഏൺ ചെയ്യുന്നത്. എക്സാമ്പിൾ, ആമസോൺ പ്രൊഡക്ട്സ് ഷെയർ ചെയ്ത് മണി ഏൺ ചെയ്യാം. മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ഈ മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? എല്ലാം ഇപ്പോൾ ഓൺലൈനായിട്ട് മാറിയിരിക്കുകയാണ്. ലോ കോസ്റ്റ് മാർക്കറ്റിംഗ്, അതായത് ഡയറക്റ്റ് പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിലെത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഷോപ്പോ ഏജൻസോ, ഷോപ്പിലേക്കാണെങ്കിൽ ഏജൻറ്റ് വഴിയാണ് എത്തുക. ഇങ്ങനെ ഒന്നുമില്ലാതെ ഷോപ്പിൽ പോവാതെ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് കസ്റ്റമർ വാങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോ കോസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് ഇതിനെ പറയാം. വേൾഡ് വൈഡ് റീച്ച്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ ഇടുകയാണെങ്കിൽ അത് വേൾഡ് വൈഡായിട്ട് ആ പ്രൊഡക്റ്റ് സെയിൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഈസി ട്രാക്കിംഗ്, റിസൾട്ട് മെഷർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ വാങ്ങുന്നത് എത്ര പേരത് വാങ്ങി, അതിൻ്റെ
എത്ര പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്, എത്ര പേര് റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധനം വാങ്ങുക. പക്ഷേ നമുക്കൊരു ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ അത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈസി ട്രാക്കിങ് പറ്റും. അടുത്തത് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. CEO എക്സ്പെർട്ട്, സോഷ്യൽ മീഡിയ മാനേജർ, ഗൂഗിൾ ആഡ്സ് സ്പെഷ്യലിസ്റ്റ്, കണ്ടന്റ് ക്രിയേറ്റർ, ഫ്രീലാൻസർ എന്നിങ്ങനെയുള്ള ജോബൊക്കെ ലഭിക്കാനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ സാധിക്കും. സമ്മറി: ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ടൈപ്സ്: CEO, സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഗൂഗിൾ ആഡ്സ്, കണ്ടന്റ്, ഇമെയിൽ ആൻഡ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. വൈ ഡിജിറ്റൽ? ഇതിൽ ഓരോന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല ഇൻകം ഉണ്ടാക്കാനായിട്ട് കഴിയും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് CEO ബേസിക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.